തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ബീഹാർ ഉള്ളത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് താരപ്രചാരകരും സജീവമാകാൻ പോവുകയാണ്. മുന്നണികളൊക്കെ അതിന്റെ തിരക്കിലുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് 10 റാലികളിലാണ് പങ്കെടുക്കുക. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് എന്നിവർ 25 റാലികളിൽ വീതം പങ്കെടുക്കും. രാഹുലും പ്രിയങ്കയും മല്ലികാർജ്ജുന ഖാർഗെയും ഒക്കെ എത്തുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി. എസ് നന്ദഗോപൻ വിവരങ്ങൾ നൽകും. നന്ദൻ, ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. പത്രികാ സമർപ്പണം തുടങ്ങുന്ന ഈ വേളയിൽ ബീഹാർ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിട്ടുണ്ടല്ലേ? അനു, ഒന്നാം ഘട്ട പത്രികാ സമർപ്പണം നടക്കുകയാണ്. ഇതിനിടയിലാണ് താരപ്രചാരകരുടെ ഒരു വലിയ ഒഴുക്ക് ബീഹാറിലേക്ക് എത്തുന്നത്. പ്രധാനമായും നരേന്ദ്രമോദി തന്നെ ഈ ബീഹാറിലെത്തി പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഏതാണ്ട് 10ലധികം റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. മാത്രമല്ല, ഇന്ത്യയെ ലക്ഷ്യം വിടുന്നത് പ്രധാനമായും ഒരു വിജയം മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതാണ്. ഒരു വിജയത്തിനപ്പുറത്തേക്ക് വലിയ മാർജിനിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യമാണ് BJP മുന്നോട്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഏതെല്ലാം മണ്ഡലങ്ങളിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിലാണ് BJPക്ക് NDAയ്ക്കൊക്കെ തന്നെ അവിടെ വിജയം കാണാൻ കഴിയാതെ പോയത്, ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രചരണം ശക്തമാക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ NDA കടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി മാത്രമല്ല, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരും ഈ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി എത്തും. ഒപ്പം തന്നെ കൂടുതൽ കേന്ദ്രമന്ത്രിമാർ, MP-മാരൊക്കെ തന്നെ NDAയുടെ പ്രചരണത്തിനായി ബീഹാറിലെത്തുമ്പോൾ ഈ കോൺഗ്രസിനും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും പ്രചരണത്തിനായി എത്തുന്നത് താരപ്രചാരകൻ എന്നുള്ളത് രാഹുലും അതേപോലെ തന്നെ പ്രിയങ്കയും മല്ലികാർജ്ജുന ഖാർഗെയും മാത്രമാണ്. രാഹുൽ 6 റാലികളിൽ പങ്കെടുക്കും. 5 ഇടങ്ങളിൽ പ്രിയങ്ക പങ്കെടുക്കും. മറ്റൊരു 5 ഇടങ്ങളിൽ മല്ലികാർജ്ജുന ഖാർഗെയും പങ്കെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിനോടകം തന്നെ NDAയുടെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ ഏതാണ്ട് ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസും RJDയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു തരത്തിലും കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകില്ല എന്നുള്ളതാണ് പ്രധാനമായും RJD മുന്നോട്ട് വെക്കുന്നത്. അതേസമയം കൂടുതൽ സീറ്റുകൾ ആവശ്യമാണ് എന്നുള്ള നിലപാടിൽ കോൺഗ്രസും ഉറച്ചു നിൽക്കുന്നു. ഈ തർക്കം ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും പ്രചരണം ചൂടുപിടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ബീഹാറിലേക്ക് കൂടുതൽ നേതാക്കൾ എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും അതേപോലെ തന്നെ രാജ്നാഥ് സിംഗുമായിരിക്കും ഇതിൽ പ്രമുഖരെന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രിമാരും MP-മാരും ബീഹാറിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കേരളത്തിൽ നിന്നും അടക്കമുള്ള നേതാക്കന്മാർക്ക് കൃത്യമായ ഷെഡ്യൂൾ നൽകിയിട്ടുണ്ട്, ഏതെല്ലാം ദിവസങ്ങളിൽ ബീഹാറിലെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കണമെന്നുള്ളത്. മാത്രമല്ല, കേരളം മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ BJP നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബീഹാറിൽ പ്രചരണത്തിന് എത്തുവാൻ വേണ്ടി. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള BJPയുടെ ഒക്കെ തന്നെ നേതാക്കന്മാരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുവാൻ വേണ്ടി ബീഹാറിൽ വരും ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. അനു, ശരി നന്ദൻ.